ഇപ്പൊ 29 വർഷമായിട്ട് സിനിമയിൽ ഉണ്ട്. ഇപ്പോഴാണ് ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു ക്യാരക്ടർ വരുന്നത്. അതെ, ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ടിട്ടെങ്കിലും ഒരു മുഴുനീള ക്യാരക്ടർ ഇത്രയും ഹിറ്റായത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഹിറ്റായത് ഇദ്ദേഹത്തിന് ഒരു വഴിപോക്കൻ എന്നതിനപ്പുറം, അത് വഴിപോക്കന്റെ പേര് തന്നെ ട്രോള് വരെ അത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞ വഴിപോക്കൻ നാഷയുടെ പടത്തിൽ ആ വഴിപോക്കൻ ഞാനൊരു വഴിപോക്കനാണ്. ഇതില് ഭരതനാട്യത്തിൽ പറയാം, മോഹിനിയാട്ടത്തിൽ പറയുന്നുള്ളൂ, നീ പോടാ വഴിപോക്ക എന്ന് സുരാജേട്ടൻ പറയുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. ഈ ആ ഒരു ഇതിലേക്ക് മാറിയിട്ട് ഓക്കെ, ഇദ്ദേഹത്തിനെ ഒരു ക്യാരക്ടറായിട്ട് നമുക്കൊരു മുഴുനീള സിനിമയിൽ ഉപയോഗിക്കാമെന്ന് എനിക്ക് തോന്നുന്നു പല ടെക്നീഷ്യന്മാരെ റിയലൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയായിരിക്കും മോഹിനിയാട്ടം. അപ്പം ഇത്രയും നാളും ഇപ്പോൾ ഈ ചെറിയ 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 വേഷങ്ങൾ സ്വന്തം പടങ്ങളിൽ ചെയ്തു പോകുമ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോൾ കൂടെയുള്ള എല്ലാവരും അഭിനയത്തിൽ വരാനുള്ള എല്ലാവരും തന്നെ അഭിനയത്തിൽ വരികയും ചെയ്തു. എപ്പോഴെങ്കിലും ഉള്ളിൽ ഒരു 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 നഷ്ടബോധം തോന്നിയിട്ടുണ്ടായിരുന്നു? എനിക്ക് ചില ക്യാരക്ടർ കാണുമ്പോഴേ, ചില സിനിമ കാണുമ്പോൾ നമ്മൾ കാണുമ്പോൾ പരിചയമുള്ളവരെടുത്ത പടങ്ങളായിരിക്കും. ഇതൊക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരായിരിക്കും ഇങ്ങനെ ചിന്തിച്ച് ഞാൻ പോകും. ചിലത് കാണുമ്പോഴും നമുക്ക് ചെയ്യാമായിരുന്നു. അല്ല, കാര്യം ഇത് കഴിഞ്ഞിട്ടേ ഞാൻ ചോദിക്കും, ഇതിപ്പോൾ പടമൊക്കെ ഉണ്ടായിട്ട് നമ്മളൊന്നും ഒരു വേഷം, പറ്റിയ വേഷം ഒന്നും ഉണ്ടായിരുന്നില്ല എന്തോ. അപ്പോൾ ഇത് ഞാൻ ആലോചിക്കും, ഈ വേഷം എനിക്ക് ചെയ്യാമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരാളുടെ വേഷം കളഞ്ഞ് തരണമെന്ന് പറയില്ല. ഇപ്പോഴത്തെ സിനിമകൾ നോക്കും, ഇപ്പോൾ ഭരതനാട്യത്തിൽ നമുക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മാവൻ, അതിലെല്ലാവരും ഉണ്ട്. എല്ലാവരും ഉണ്ട്. പല പടങ്ങളിലും അതില്ല. പല പടങ്ങളിലും ഇപ്പൊ അച്ഛന്മാർക്കും അമ്മമാർക്കും വേഷങ്ങളില്ലാത്ത ഒരു അത് ഞാൻ പറഞ്ഞ ഈ അമ്മയുടെ മീറ്റിംഗ് കഴിയുമ്പോൾ പഴയ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, ലേഡി അമ്മമാരൊക്കെ, എന്തോ എല്ലാ പടത്തിൻ്റെ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് നമ്മളൊന്നും വിളിക്കുന്നില്ല. അപ്പം ചേച്ചി ഒരു ക്യാരക്ടർ ആരെങ്കിലും എഴുതി വരേണ്ട ചേച്ചി, അമ്മയായിട്ടോ അമ്മായിയായിട്ടോ അമ്മൂമ്മയായിട്ടോ പെങ്ങന്മാരായിട്ടോ വന്നാൽ തന്നെ ഒന്നോ രണ്ടോ അത് മെയിൻ ആൾക്കാർക്ക് ആരെങ്കിലും ആയിരിക്കും. അത് വരുന്നില്ലാത്ത നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? കുറേ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വീണ്ടും അതിനൊരു മാറ്റം വരും തോന്നുന്നു. ചില പടങ്ങളൊക്കെ ഉണ്ട്. ഒരു സമയത്ത് ഇപ്പൊ കവിയൂർ പൊന്നമ്മ അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പോട്ടാണ് ഇപ്പോഴത്തെ സിനിമയിൽ അങ്ങനത്തെ റോളുകൾ വളരെയധികം കുറവാണ് എന്നൊരിതുണ്ട്. ഞാനത് നേരത്തെ പറഞ്ഞ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ക്യാരക്ടേഴ്സും കാണുമ്പം ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വരുമായിരിക്കും എനിക്ക്. ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അതെങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്നു? ഒരിക്കലും ഒരു വിഷമോ ഇല്ല, ഒരു നെഗറ്റീവിലേക്ക് നമുക്ക് വേണമെങ്കിൽ നെഗറ്റീവിലേക്ക് പോകും. എനിക്ക് കാര്യം പറഞ്ഞാൽ ക്യാഷ് ഉണ്ട്, ഞാൻ ഇന്ന തിരക്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ എൻ്റെ പാഷൻ അഭിനയമാണ്, എനിക്ക് അതിലേക്ക് അങ്ങ് മുഴുനീളം ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്നുള്ള സാധനം ഉണ്ടല്ലോ. ആ ഒരു നെഗറ്റിവിറ്റിയുമായിട്ട് ഈ ഒരു പോസിറ്റീവ് തോട്ട് പ്രോസസ്സ് അതെങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുന്നു? അത് നമ്മൾ ഒരു സംഭവം മനസ്സിൽ വിചാരിച്ചാൽ നമുക്കുള്ളത് നമുക്ക് വരും. അത് എങ്ങനെ വന്നാലും നമുക്ക് വരും. അതിന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒരു കാര്യമില്ല, വെറുതെ ആയുസ് കളയാന്നുള്ളൂ. ആ നേരം കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു വേഷം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. വിളിക്കാത്തതിൽ പരിഭവമൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇതിന് കാണുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന നമുക്ക് തരാമായിരുന്നു ചിന്തിക്കും, അല്ല അവരോട് വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് കാര്യം നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ജീവിതം വേറെ അതിന് പോവുക, ശ്രമിക്കുക, എപ്പോഴെങ്കിലും കിട്ടും. ഇപ്പം ഇത്രയും കാലം ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് ഇപ്പോൾ വിചാരിക്കാത്ത ഒരാൾ വിശേഷം തന്നില്ലേ അല്ലേ? അങ്ങനെ വിചാരിക്കാതെ എന്തെങ്കിലുമൊക്കെ വരും വിചാരിക്കുക. ഇത് കണ്ട് ഇപ്പോൾ എനിക്ക് ഇനി സ്ഥിരമായിട്ട് വേഷം കിട്ടുന്നത് ഞാൻ ഇനി പ്രതീക്ഷിക്കുന്നില്ല, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഇനിയും വിളിച്ചോളൊന്നും പറയാൻ പറ്റുന്നില്ല. ഇതൊന്ന് വിളിച്ചു, ഇതിപ്പോൾ ആൾക്കാർ വിളിക്കുന്നത് നമ്മുടെ കൂട്ടുകാരെല്ലാവരും കണ്ടവരൊക്കെ നന്ദു കൊണ്ടോ ഇപ്പോൾ അടുത്ത വർഷം നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കുന്നില്ല. ഞാൻ അടുത്ത പ്രൊഡക്ഷൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ അതിന് കൈ കൊടുക്കും, കാരണം ജീവിക്കണം. സിനിമ അഭിനയിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന് കഴിഞ്ഞാൽ വയസ്സും പോവും, ഒന്നും നടക്കില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ നടക്കണ്ടേ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റക്കൊമ്പന 1.5 വർഷമായപ്പോഴാണ് നടക്കുന്നു. ഇനിയുണ്ട് കുറച്ച് 20 ദിവസം കൂടി ഉണ്ട്. ക്ലൈമാക്സ് തീർന്നിട്ടില്ല. ഇപ്പോൾ വച്ചിരുന്നതാണ്, ഈ ചൂടുകാരൻ മാറ്റിയതാണ്. ഇതിനകത്ത് വേറൊരു അപകടമില്ല ശരിക്കും. ഞാൻ ചില ക്യാമറമാന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്യാമറമാന്മാരെ ആഗ്രഹം കൊണ്ട് ഡയറക്റ്റ് ചെയ്യും. ആ പടം എങ്ങാനും വർക്കൗട്ട് ആയാലും വർക്കൗട്ട് ആയില്ലെങ്കിലും അവരെ പിന്നെ ആരും ക്യാമറ ചെയ്യാൻ വിളിക്കും, പുള്ളി ഡയറക്റ്റ് ഇതിന് വിളിക്കണേ. അങ്ങനെ ഒരു ഇത് മലയാളത്തിലുണ്ട്. അപ്പോൾ ചേട്ടൻ അങ്ങനെ ഒരു അപകടം മണക്കുന്നുണ്ടോ? കാരണം പുള്ളി ഇത്രയും ലോങ് ഒരു ക്യാരക്ടർ ഇതിന് പുള്ളി അഭിനയിക്കണം, പുള്ളി എങ്ങനെ വിളിച്ച് നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളറിലേക്ക് വിളിക്കും, പുള്ളിക്ക് എന്ത് തോന്നും, അങ്ങനെ ഒരു ചിന്ത ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടില്ല ഇതുവരെ. ചിന്തിക്കല്ലേ, ആരും പറഞ്ഞിട്ടില്ല. ചില അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പടങ്ങൾ കിട്ടൽ കുറവാണ്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് കണ്ടിട്ടോ പറയുന്നത് കേൾക്കാം. ചിലർ ശരിയാണ്, പടങ്ങൾ അയാൾ നായകനായിട്ട് അഭിനയം ചെയ്യും, എങ്ങനെ ചെയ്യും, അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ചിന്തയാണ്. വിളിക്കുമ്പോൾ ഇനി അയാളുടെ സ്വഭാവം എന്തായിരിക്കും പറയാൻ പറ്റുമോ? വിളിച്ചാലല്ലേ അറിയൂ, എന്നെ വിളിച്ചാലല്ലേ അറിയൂ, ഞാൻ ചെയ്യുമല്ലോ. ഇനി വഴിപോക്കൻ പോലെ ചെറിയ വേഷം ചെയ്യുന്ന സൗഹൃദത്തിൽ പറഞ്ഞ ചെയ്യും.
സൗഹൃദത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു സംഭവം നല്ലൊരു സെറ്റപ്പൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യും. പണത്തിൻ്റെ എണ്ണം കൂടുതലോ ഒന്നുമില്ലേ. ഈ നന്ദുചേട്ടൻ ഒരു ഹിറ്റ് ഫാക്ടർ ആണല്ലോ ആക്ച്വലി. ചെയ്യുന്ന പടങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഓടുന്നുണ്ട്. ഇനി എങ്ങാനും ഒരുപാട് ഹിറ്റ് ആവാത്ത പടമാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ ആ പോർഷൻ ആ സീൻ ഡയലോഗെങ്കിലും വൈറലാവുന്നുണ്ട് അതെ. അല്ലേ? ഞാൻ ചെയ്തിരിക്കുന്ന ഒരുപാട് പടങ്ങളെല്ലാം ഒരു 80% ഹിറ്റുകളല്ലേ. ഹിറ്റ് ഈ എനിക്ക് ഞാൻ അറിഞ്ഞതനുസരിച്ച് വൈഫൊക്കെ അമൃത വർക്ക് ചെയ്യാണ്. അപ്പം അവർക്ക് ഈ ഒരു ഭരതനാട്യം മോഹിനിയാട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് മോഹിനിയാട്ടം കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അവർ കുഴപ്പമില്ലെന്നുള്ളത്. കാരണം ഭയങ്കര എക്സ്പെരിമെൻ്റ് ഒന്നുമല്ല. അങ്ങനെ പണ്ട് ഒരു എന്തിനാ ഈ ഇതിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. സിനിമ ആദ്യമൊന്നും എന്നാൽ ഇതുവരെ അങ്ങനെ എതിർത്ത് പറയുകയെ സപ്പോർട്ട് ചെയ്യാണ്ട് നിന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി കൺട്രോളറാണെന്നറിയാം. എന്തെല്ലാം എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു പരിഭവം ഒന്നുമില്ല. നമ്മൾ ഈ സ്ഥിരമായിട്ട് നേരത്തെ പോകാതെ ലേറ്റായിട്ട് വരുമ്പോഴൊക്കെയുള്ള ചെറിയ ടെൻഷൻസ് കേട്ടു. ഈ അഭിനയിക്കുമ്പോൾ ഞാൻ മോഹിനിയാട്ടം ഞാനല്ല കൊണ്ടുപോയത്. അവൾ ഓഫീസിൽ നിന്നുള്ള ഫ്രണ്ട്സായിട്ടാണ് പോയത്. പ്രൗഡ് ഫീൽഡിലാണ് തിരിച്ചിറങ്ങി വന്നത്. ഫാമിലി പ്രൗഡ് ഫീൽഡിലായിരിക്കില്ല ഇറങ്ങി. അവർക്ക് ഉള്ളിൽ എന്നോട് കാണിക്കില്ല എന്നുള്ളൂ. മോനെയൊക്കെ വിളിച്ച് പറയും. അവൻ ഭയങ്കര ഫാനാ. മകന് സിനിമയോട് താല്പര്യം. അവനെ ഒരു പടത്തിന് അഭിനയിക്കാനൊക്കെ വിളിച്ചാൽ പോയില്ല. അങ്ങനെ ആ കച്ച ചെയ്താൽ മതി. അവനതിന് അഭിനയത്തിനോട് താല്പര്യം. നിരൂപകനാണ്. എല്ലാം കാണും. മലയാളം തമിഴ് എല്ലാ പടവും റിലീസ് ചെയ്ത് പോയി കാണും. എന്നിട്ട് അതിനെക്കുറിച്ച് അതിൻ്റെ കോപ്പിയാണ് ഇതിനേക്കാൾ നന്നായിരുന്നു മറ്റേ പടം. ക്രിറ്റിസൈസ് ഭയങ്കര. ഈ ഞാൻ കാളിദാസ് ജയറാമിൻ്റെ ഇൻ്റർവ്യൂ എടുത്തപ്പം കാളിദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അച്ഛനെ ട്രോളാൻ വേണ്ടി അച്ഛനെ മറ്റേ പാപ്പ ആ സാധനം ഇട്ട് അവർ തന്നെ ഇട്ട് അച്ഛനെ കളിയാക്കും, ഇല്ലെങ്കിൽ വിളിച്ച് കാണിച്ച് കളിയാക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പം ഈ നന്ദുചേട്ടൻ്റെ ഒരുപാട് മറ്റേ മീംസ് ഉണ്ട്. നിങ്ങൾക്കുള്ളിൽ ഈ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇതിട്ട് ചേട്ടനെ കളിയാക്കാൻ മീൻ ട്രോളാറുണ്ടോ? എന്തേലും അങ്ങനെ അവനായിട്ട് എന്തേലും പറയുള്ളൂ. അവളൊന്നും പറയില്ല. പറയും വീട്ടിലെ സ്വഭാവം തന്നെ അവിടെയും കാണിച്ചതെന്നൊക്കെ പറയും. അത്രേ ഉള്ളൂ. അവന് ഇതിൽ ഞാൻ ഈ ഷട്ടൂരിട്ട് നിന്നത് ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ്റെ ഉളുந்த വയറും കാണിച്ച് നാളെ പറയും. അപ്പൊ എന്ത് പറഞ്ഞ മറുപടി? സിനിമയല്ലേ പോലെ പലതും ചെയ്യണ്ടേ. വെറുതെ കളിയാക്കിയതാ. സീനുണ്ടോ അവന് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ ഒരുപാട് കൂട്ടുകാരെ കൊണ്ടുപോകും ചെയ്തു. ആണല്ലേ? ഇപ്പൊ ഈ സിനിമ ഹിറ്റായതിനു ശേഷം ചേച്ചി പറഞ്ഞു ഇനി മുഴുനീള അഭിനയത്തിലേക്ക് കയറുമോ? ചോദിച്ചില്ല. ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇല്ല. എൻ്റെ അടുത്ത് പറയും ഈ പ്രൊഡക്ഷൻ എന്തിന് ഞാൻ ചിലപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്കൊക്കെ തെറ്റിയതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ വെയിലത്തില്ല ഇനി പോകണമെന്ന് ചെയ്യേണ്ടെന്ന് പറയും. എന്തിനാ പടത്തിന് പോകണേ വേണ്ട എന്നൊക്കെ പറയുന്നല്ലാതെ. കാരണം ഇങ്ങനെ ഈ കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ടേ. പക്ഷെ അത് വല്ലപ്പോഴും അധികം നിരന്തരമായി നിന്നാലേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിലൊന്നുമില്ല. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സംവിധായകരൊക്കെ. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചേട്ടൻ്റെ ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ എന്നുള്ളതിനപ്പുറം നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെന്നുള്ള ചേട്ടൻ്റെ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടിന്യൂസ്ലി പടങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ചേട്ടൻ. ഒന്നുകിൽ ചെറിയതാണ് അഭിനയിക്കാനാണെന്നുണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷനിലാണെന്നുണ്ടെങ്കിലും കണ്ടിന്യൂസ്ലി വലിയ റെസ്റ്റുകൾ അങ്ങനെ എടുക്കാറില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ അനുസരിച്ച് ഈ സ്വയം ഒരു വെക്കേഷൻ എടുക്കണം, അല്ലെങ്കിൽ ഒരു ഫാമിലി ടൈം വേണം, ഒരു യാത്രകൾ പോകണം, അങ്ങനത്തെ ഒരു സമയമൊക്കെ ഉണ്ടാവാറുണ്ടോ? ഞാൻ യാത്രകൾ വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളൂ. പോകുന്നുണ്ട്. ഞാൻ വൈഫിനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെ. അപ്പോൾ ആകെ അവർ പറയുന്നത് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഒന്നുമില്ല മൂകാംബിയെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഗുരുവായൂരുള്ളൂ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് ഞാൻ ബോംബെയിലൊക്കെ ഒന്ന് കൊണ്ടുപോയി. ഇടയ്ക്ക് പറയും ഇങ്ങനെ അവിടെ പോവാം ഇവിടെ പോവാം കാശി പോകണം എന്ന് പറഞ്ഞ് കുറേ നാളായി തുടങ്ങിയിട്ട്. ഞാൻ 2 തവണ പോയി. ഞാൻ ഷൂട്ടിങ്ങിന് പോയതാണ്. അപ്പോൾ അത് ഇഷ്ടമല്ല. ഞാൻ വന്ന് അവിടെ പോയി നിങ്ങൾ പോയി കണ്ടിട്ട് വന്ന് പറയണത് എനിക്ക് എന്തിനാണ്? അവരെ കൊണ്ടുപോകില്ലല്ലോ. എന്നിട്ട് കൊണ്ടുപോയ പടക്കം മാറ്റാൻ? ഇല്ല, കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകണം.